നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 4 സ്വാഗതം. കഴിഞ്ഞ പങ്ക്തിയിൽ ഭഗവാൻ മധുരയിലെത്തിയതും അവിടെ മല്ലയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതുവരെയുമാണ് സംസാരിച്ചത്. അതിൻ്റെ തുടർച്ച. കൃഷ്ണൻ ചാണൂരനെ നേരിട്ടു. അവർ തമ്മിൽ കൈകോർത്തും പരസ്പരം തള്ളിയും തോളുകൾ ഇടിച്ചും കഠിനമായി പോരാടി. ബലരാമൻ മുഷ്ടികനുമായി ഏറ്റുമുട്ടി. യുദ്ധം മുറുകിയപ്പോൾ കൃഷ്ണൻ ചാണൂരനെ ആകാശത്തേക്ക് ചുഴറ്റിയെറിയുകയും നിലത്തടിച്ച് വധിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ബലരാമൻ തൻ്റെ മുഷ്ടി കൊണ്ട് മുഷ്ടികനെയും ഇടിച്ച് വധിച്ചു. ഇത് കണ്ട് ഭയന്ന കംസന്റെ മറ്റു മല്ലന്മാരായ കൂടൻ, ശലൻ, തോസലൻ എന്നിവർ കൃഷ്ണനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ കൃഷ്ണനും ബലരാമനും അവരെയും നിഷ്പ്രയാസം വധിച്ചു. തൻ്റെ സർവ്വസൈന്യവും കരുത്തരായ മല്ലന്മാരും തോൽക്കുന്നത് കണ്ട് കംസൻ കടുത്ത ക്രോധത്തിലായി. മല്ലയുദ്ധം നിർത്തിവെക്കാൻ ഉത്തരവിട്ട കംസൻ കൃഷ്ണനെയും ബലരാമനെയും വധിക്കാനും നന്ദഗോപരെ തടവിലാക്കാനും വസുദേവരെ വധിക്കാനും തൻ്റെ ഭടന്മാരോട് ആക്രോശിച്ചു. മല്ലയുദ്ധത്തിന് ശേഷം ഭയവിഹുലനായ സിംഹാസനത്തിലിരുന്ന കംസനെ കൃഷ്ണൻ വധിക്കുന്ന ആ നിമിഷം അതിശക്തവും നാടകീയവുമായിരുന്നു. കൃഷ്ണൻ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. ആ നിമിഷം കംസൻ തൻ്റെ വാളെടുത്ത് കൃഷ്ണനെ നേരിടാൻ ശ്രമിച്ചെങ്കിലും ഭഗവാൻ അത് തടഞ്ഞു. കൃഷ്ണൻ കംസന്റെ മുടിയിൽ പിടിച്ച് സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. മല്ലയുദ്ധം നടന്ന വേദിയിലേക്ക് കംസനെ വലിച്ചിഴച്ചു. കൃഷ്ണൻ കംസന്റെ നെഞ്ചിൽ ആഞ്ഞടിക്കുകയും കംസനെ നിലത്തിട്ട് വധിക്കുകയും ചെയ്തു. ഭയം കാരണമാണെങ്കിലും പകലും രാത്രിയും ഉറക്കത്തിലും ഉണർച്ചയിലും കംസൻ കൃഷ്ണനെ മാത്രമാണ് ചിന്തിച്ചിരുന്നത്. ഇതിനെ വിദ്വേഷഭക്തി എന്ന് പറയുന്നു. അതിനാൽ ഭഗവാന്റെ കരങ്ങളാൽ മരണം സംഭവിച്ചപ്പോൾ കംസന് മോക്ഷം ലഭിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു. കംസൻ കൊല്ലപ്പെട്ടത് കണ്ട അദ്ദേഹത്തിൻ്റെ 8 സഹോദരന്മാർ, കംസന്റെ അനുജന്മാർ, കൃഷ്ണനെ ആക്രമിക്കാൻ ഓടിയെത്തുന്നു. എന്നാൽ ബലരാമൻ തൻ്റെ ആയുധമായ ഗദ കൊണ്ട് അവരെയെല്ലാം നിഷ്പ്രയാസം വധിച്ചു. കംസൻ എന്ന ക്രൂരനായ ഭരണാധികാരിയുടെ അന്ത്യം കണ്ട മധുരയിലെ ജനങ്ങൾ ആനന്ദിച്ചു. ആകാശത്തു നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ദുന്ദുഭികൾ മുഴക്കുകയും ചെയ്തു. കംസനെ വധിച്ച ശേഷം കൃഷ്ണനും ബലരാമനും നേരെ പോയത് കംസന്റെ തടവറയിലേക്കാണ്. അവിടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന തങ്ങളുടെ മാതാപിതാക്കളായ ദേവകിയെയും വസുദേവരെയും അവർ മോചിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മക്കളെ കണ്ട ദേവകി കണ്ണീരോടെ അവരെ കെട്ടിപ്പിടിച്ചു. കംസവധത്തിനു ശേഷം നടന്ന ഏറ്റവും ഹൃദയസ്പർശമായ രംഗമാണ് കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളായ ദേവകിയോടും വസുദേവരോടും മാപ്പു ചോദിക്കുന്നത്. ലോകനാഥനായ ദൈവം ഒരു സാധാരണ മകനായി മാറി മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീഴുന്ന ഈ സന്ദർഭം ഭാഗവതത്തിൽ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. കംസനെ വധിച്ച ഉടൻ കൃഷ്ണനും ബലരാമനും തടവറയിലേക്ക് ഓടിയെത്തി. മാതാപിതാക്കളുടെ കാലിലെ ചങ്ങലകൾ തകർത്തു. എന്നാൽ തൻ്റെ മക്കൾ സാക്ഷാത് വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ വസുദേവർക്കും ദേവകിക്കും അവരെ സാധാരണ കുട്ടികളായി കാണാൻ ആദ്യം മടി തോന്നി. അവർ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി കൈകൂപ്പി നിന്നു. തൻ്റെ മാതാപിതാക്കൾ തന്നെ ദൈവമായി കണ്ടാൽ പുത്രവാത്സല്യം അനുഭവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ യോഗമായ വഴി അവരിൽ വീണ്ടും പുത്രസ്നേഹം നിറച്ചു. അതോടെ അവർ കൃഷ്ണനെ തങ്ങളുടെ കുഞ്ഞായി കണ്ട് നെഞ്ചോട് ചേർത്തു. ഭഗവാൻ മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് വികാരാധീനനായി ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, അമ്മേ, ഞങ്ങളെ ഓർത്തു നിങ്ങൾ എത്രയോ കാലം തടവറയിൽ കഷ്ടപ്പെട്ടു. മക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സന്തോഷവും ശുശ്രൂഷയും നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ബാല്യകാലത്തെ കളിച്ചിരികൾ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട പ്രായത്തിൽ ഞങ്ങൾ അമ്പാടിയിലായിരുന്നു. ഒരു മകൻ ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ കഴിയാത്തതിൽ ഞങ്ങൾ മാപ്പു ചോദിക്കുന്നു. വർഷങ്ങളോളം മക്കളെ പിരിഞ്ഞിരുന്ന വേദന കൃഷ്ണന്റെ ആ വാക്കുകളിലൂടെ ഇല്ലാതെയായി. അമ്പാടിയിൽ നന്ദഗോപർക്കും യശോദയ്ക്കും ലഭിച്ച ഭാഗ്യം തങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ എന്ന വിഷമം ആലിംഗനത്തിലൂടെ അവർ മറന്നു. പിന്നീട് കൃഷ്ണൻ അവരെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയും സകല ബഹുമതികളോടും കൂടി താമസിപ്പിക്കുകയും ചെയ്തു.
കംസവധത്തിന് ശേഷമുള്ള ഈ രംഗം ഭഗവാൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ പുലർത്തേണ്ട മര്യാദകളെയും കുടുംബബന്ധങ്ങളുടെ വിലയെയും കാണിച്ചു തരുന്നു. കംസവധത്തോടുകൂടി മധുരയിലെ ജനങ്ങൾ ഭയത്തിൽ നിന്ന് മുക്തരായി. തുടർന്ന് കൃഷ്ണൻ കംസന്റെ പിതാവായ ഉഗ്രസേനനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും അദ്ദേഹത്തെ വീണ്ടും രാജാവായി വാഴിക്കുകയും ചെയ്തു. കംസവധത്തിന് ശേഷം മധുരയിൽ സമാധാനം പുനഃസ്ഥാപിച്ച കൃഷ്ണനും ബലരാമനും ക്ഷത്രിയധർമ്മമനുസരിച്ച് വിദ്യ അഭ്യസിക്കാനായി സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അവന്തി നഗരത്തിലായിരുന്നു മഹർഷിയുടെ ആശ്രമം, ഇന്നത്തെ ഉജ്ജയിനി. നന്ദി, നമസ്കാരം.